ഉത്തര നക്ഷത്രക്കാരിലെ കാൽഭാഗം ആണ് ചിങ്ങത്തിലുണ്ട്, കന്നിയിൽ മുക്കാൽ ഭാഗവും ഉണ്ട്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് 2 തരത്തിലാണ് നമുക്ക് ഈ ഒരു വർഷം ഗ്രഹങ്ങളുടെ മാറ്റം വരുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ 7-ലാണ് രാഹു വരുന്നത്, അഷ്ടമത്തിലാണ് ശനീശ്വരൻ വരുന്നത്, 11-ലാണ് വ്യാഴവും വരുന്നത്. അപ്പോൾ 11-ലെ വ്യാഴം ചിങ്ങത്തിലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് കിട്ടും, ഏറ്റവും നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നിയിലുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് 10-ലാണ് വ്യാഴം നിൽക്കുന്നത്. കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര ശോഭന ഫലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാം ഭാവത്തിൽ ശനിയാണ്, അപ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. ഏത് കന്നിയിൽ നിൽക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് 7-ൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയുടെ കാലമാണ്. രാഹു അവർക്ക് 6-ലെ രാഹുവാണ്. രാഹു 6-ൽ നിൽക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാലും ശത്രുക്കളെ ഉണ്ടാക്കും. നമ്മൾ മുഖേന തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു പാരയായിട്ട് വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ 7-ൽ ആണ് ശനി നിൽക്കുന്നത്, കണ്ടകശനിയാണ്. കാര്യങ്ങളൊക്കെ നിവർത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശനിയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമുക്ക് മുന്നിലേക്ക് തന്നെ പോവാം. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിലെ അവിടെ ഇരിക്കുന്ന ശൈവമൂർത്തികളുണ്ടല്ലോ, വിഷ്ണുമായ, കരിങ്കുട്ടി, അങ്ങനെയൊക്കെയുള്ള മൂർത്തികളുണ്ടെങ്കിൽ അവരെ നന്നായിട്ട്, നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള മൂർത്തികളെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ 10-ലാണ് നമുക്ക് ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നത്, ഇത് കന്നിക്കൂറുകാർക്ക്. അപ്പോൾ ആ ഉത്തര നക്ഷത്രക്കാർ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ നല്ല പോലെ പ്രാർത്ഥിക്കുക. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴം 10-ലാണ് ഏറ്റവും നല്ലത് അല്ല, വ്യാഴം എപ്പോഴും 10-ൽ നിൽക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പം നമ്മുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മഭാവമാണ് നമുക്ക് എപ്പോഴും അല്ല, അത് ബുധൻ്റെ ക്ഷേത്രത്തിലാണല്ലോ. അപ്പോൾ അത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യേണ്ട, നാളേക്കാക്കും നമ്മൾ. അപ്പോൾ ആ അലസതയൊക്കെ മാറ്റി ഉത്തര നക്ഷത്രക്കാർ ഏറ്റവും നല്ല രീതിയിൽ ശിവക്ഷേത്രത്തിൽ പോവുകയും രാഹുവിന് അതേപോലെ അവർക്ക് 12-ലേക്കാണ്, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് 12-ലാണ് കേതു വരുന്നത്. 12-ൽ കേതു വരിക എന്ന് പറഞ്ഞെങ്കിൽ വ്യയാണ്. നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും ഇപ്പോൾ 10 രൂപ ചിലവാകേണ്ടടുത്ത് 20 രൂപ ചിലവാകേണ്ട ഒരവസ്ഥ വരും. അത് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ. പക്ഷെ ഉത്തര നക്ഷത്രത്തിൻ്റെ ചിങ്ങക്കൂറിലുള്ളവർക്ക് അവർക്ക് രോഗാവസ്ഥകളാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർ വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവാം. ശനിയുടെ തടസ്സം, കർമ്മത്തിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ശനീശ്വരൻ്റെ പോലെ ന്യായത്തിൻ്റെ പോലെ നടക്കുക. എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് പെട്ടെന്ന് ഒരാളെ കിട്ടിയില്ല, അപ്പം നമ്മുടെ ജോലി ഇന്ന് നടന്നില്ല, അത് എന്നും ഇങ്ങനെയാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ നമ്മൾ മുന്നിലേക്ക് തന്നെ പോവാം. പിന്നെ പൈസ അനാവശ്യ ചെലവുകൾ ധാരാളം വരും. കേതു 12-ലാണ്, സൂര്യനാണ് അവിടെ നിൽക്കുന്നത്, ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ കേസ്, കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർ അതിന് 12-ലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ പണച്ചെലവുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവാം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. അവിടെ പോയിട്ട് പാലഭിഷേകം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പൂജകളും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഉത്തര നക്ഷത്രത്തിൻ്റെ ആൾക്കാർക്ക്, അതിൽ കന്നിയിൽ പെടുന്നവർക്കും ആയാലും ചിങ്ങത്തിൽ പെടുന്നവരെയും. അങ്ങനെ ഈ ഒരു വർഷം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടും.